ഭൂമിയിലായിരുന്ന സമയത്ത് ഒരു ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം ഉണ്ട് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചിരുന്നു. അത് ഈ ഭൂമിയിലല്ല, അത് തൻ്റെ പിതാവിൻ്റെ രാജ്യമാണെന്നും ആ രാജ്യത്തിലേക്ക് പോകുവാൻ വേണ്ടി നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും അവിടേക്ക് നാം തിരഞ്ഞെടുക്കപ്പെടണമെന്നും അതിനുവേണ്ടി ചില ഒരുക്കങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്നും യേശു തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുകയും ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് മാത്രമല്ല, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഭൂമിയുടെ അറ്റത്തോളം പോയി പ്രഘോഷിക്കണമെന്നും യേശു കൽപ്പിച്ചിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ഇവിടെ പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല ദൈവരാജ്യത്തിൽ കടക്കുന്നത്. എന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവിക നാമങ്ങൾ 100 പ്രാവശ്യം 1000 പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിശ്വസിക്കുന്ന അനേക ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് യേശു പറയുകയാണ്, എന്നെ നിങ്ങൾ 100 വട്ടം കർത്താവേ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാപിക്കുവാൻ അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? യേശു പറയുകയാണ്, യേശുവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവീരെന്ന് തീർത്ത് പറയും എന്ന് പറഞ്ഞിട്ട് യേശു പറയുകയാണ്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. യേശു ക്രിസ്തു നാം എല്ലാവരും രക്ഷപ്പെടുവാൻ വേണ്ടി കാൽവരിയിൽ ജീവൻ നൽകുവാനായി വന്നപ്പോൾ നാം രക്ഷിക്കപ്പെടുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രമായിരുന്നില്ല കർത്താവിന്. നമ്മുടെ ജീവിതത്തിൽ വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ടായിരുന്നു. നമ്മളാരും മണ്ടന്മാരായി പോകരുതെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളാരും വിഡ്ഢികളായി തീരരുതെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. നമ്മൾ ബുദ്ധിയുള്ള ഒരു ജീവിതം ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനെന്ത് ചെയ്യണം? കർത്താവ് നമ്മളോട് അരുളി ചെയ്ത്, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം തമ്പുരാൻ അരുളി ചെയ്ത കൽപ്പനകളെ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. ദൈവം നമ്മളോട് അരുളി ചെയ്ത കൽപ്പനകളെ പ്രമാണിക്കാതെ യേശുവിനെ കുറിച്ച് കുറെ പാട്ടുകൾ പാടിയത് കൊണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൺവെൻഷനുകൾ നടത്തിയത് കൊണ്ടോ, യേശു ക്രിസ്തുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും അനേക ഗ്രന്ഥങ്ങൾ രചിച്ചത് കൊണ്ടോ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ഇഷ്ടംപോലെ പണം ചെലവഴിച്ചത് കൊണ്ടോ, പാവങ്ങളെ സഹായിച്ചത് കൊണ്ടോ, പള്ളികൾ പണിതത് കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല. ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് ഇവയൊക്കെയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ ലാഭമായി തീരും. ദൈവകൽപ്പന പ്രമാണിക്കാത്തൊരു വ്യക്തി യേശുവിനെ കുറെ പുകഴ്ത്തിയത് കൊണ്ടോ ദൈവനാമത്തിൽ വലിയ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ യാതൊരു ഫലവുമില്ല എന്ന് യേശു പറയുകയാണ്. ദൈവനാമത്തിൽ ചിലർ ചെയ്തതായ പ്രവൃത്തികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രവേശനത്തിന് യോഗ്യതയുണ്ട്, കാരണം ഞങ്ങൾ വലിയ പ്രവാചകന്മാരായി ഭൂമിയിൽ പ്രവർത്തിച്ചവരാണെന്നാണ് അവർ പറയുന്നത്, അല്ലേ? കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയുകയാണ്. ഇത് ചുമ്മാതെ പറഞ്ഞതായിരിക്കില്ല. കാരണം യേശു തമ്പുരാന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. അല്ലെങ്കിൽ ഭൂതശാന്തി വരമുള്ളവരാണ്, രോഗശാന്തി വരമുള്ളവരാണ്, പ്രവാചകന്മാരാണ്. ഇന്ന് നമുക്ക് ലോകത്തിൽ നോക്കിയാൽ ഒരുപാട് പ്രവാചകന്മാരെ കാണുവാൻ സാധിക്കും. ഭൂതശാന്തി വരമുള്ളവരെ കാണുവാൻ കഴിയും, രോഗശാന്തി വരമുള്ളവരെ കാണുവാൻ കഴിയും. എന്നാൽ ഇതിനെല്ലാം മേലായ ഒരു ഉപദേശം യേശു പഠിപ്പിക്കുകയാണ്, ഇതെല്ലാം ചെയ്താലും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് അന്ന് തീർത്തു പറയുമെന്ന്. അതുകൊണ്ട് പ്രവാചകന്മാരുടെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകുന്നവർ മനസ്സിലാക്കണം.